ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ദൈവഭക്തിയെ അവഗണിക്കുകയും പലപ്പോഴും ദൈവത്തിന്റെ പരമാധികാരത്തെ അവഗണിക്കുകയും ദൈവത്തിന്റെ നാമം വ്യർത്ഥമായി എടുക്കുന്ന സംഭാഷണങ്ങളും ഗാനങ്ങളും ചേർത്തുള്ള ചില സിനിമകൾ ദൈവത്തിന്റെ നാമം വ്യഥ ഉപയോഗിക്കുന്നുണ്ട്. അത്തരമൊരു ഗാനമാണ് ബൊഗെയിൻ വില്ലയിലെ പ്രമോ ഗാനം സ്തുതി എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്നത്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വികലമായാണ് ചിത്രീകരിക്കുന്നത്. നിരുപദ്രവകരമെന്ന് തോന്നിപ്പിക്കുന്നതോ പ്രഥമ ദൃഷ്ട്യാ നന്മയായി പരിഗണിക്കപ്പെടാവുന്നതോ ആയ രൂപത്തിലാണ് ഇലുമിനാറ്റി അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. നന്മയുടെ മൂട് പടമണിഞ്ഞും ഇലുമിനാറ്റിയുടെ ആശയങ്ങൾ സിനിമകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇലുമിനാറ്റി എന്ന സംഘടന തന്നെ ഇന്ന് അറിയപ്പെടുന്നത് അന്ധവിശ്വാസത്തിന്റെയും സാത്താൻ സേവയുടെയും മൊത്ത വ്യാപാരികളായാണ്. ക്രൈസ്തവ സഭയെ പൊതുസമൂഹത്തിൽ തകർക്കുകയാണ് ഇലുമിനാറ്റി സംഘത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. കേരള സമൂഹത്തിലെ സിനിമാ സാംസ്കാരിക ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബലക്ഷയത്തിൽ കടുത്ത ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. സ്തുതി പോലെയുള്ള ഗാനങ്ങൾ ഗാനസിദ്ധാന്തങ്ങളെ ഏതെങ്കിലും നല്ല മൂല്യാംശങ്ങളെ പിന്തുടർന്ന് അവ മാനവികതയ്ക്ക് ഏതെങ്കിലും ഒരു സംഭാവന നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഭൂരിഭാഗം സിനിമകളിലും ഇലുമിനാറ്റി ഗാനങ്ങൾ തന്നെയാണ് വരുന്നത്. ഇത്തരം ഇലുമിനാറ്റി ഗാനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിനെ മലിനീകരിക്കുകയാണ്. ബൊഗെയിൻ വില്ലയിലെ പ്രമോ ഗാനവും ഇലുമിനാറ്റി ശ്രേണിയിലാണ്. ദൈവനിഷേധത്തിന്റെ പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുകയും പിശാചിന്റെ ഇംഗിതം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം ഇലുമിനാറ്റി സംഘം തന്നെ കൈകോർത്തുകൊണ്ടാണ് സിനിമകളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം പലപ്പോഴും സിനിമകളിൽ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. പല സിനിമാ സംവിധായകരും തങ്ങളുടെ രചനകളിൽ ഒരു തിന്മ നിറഞ്ഞ ക്രിസ്ത്യൻ അന്തരീക്ഷം ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മൂല്യനിരാസവും സാംസ്കാരിക ഹിംസയുമാണ് ഇത്തരം സിനിമകളിൽ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് സിനിമകളിൽ ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഉദ്ധരണികളും പ്രതീകങ്ങളും ഉപയോഗിക്കപ്പെടുന്നു? ഒന്നെങ്കിൽ ബോധപൂർവമായ ശ്രമം, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമം. മൂന്നാമതൊരു സാധ്യത അറിവില്ലായ്മയാകാം. ദൈവത്തിന്റെ പരിശുദ്ധമായ പേര് വ്യഥ ഉപയോഗിക്കരുതെന്ന കൽപ്പന വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് അങ്ങനെയല്ലെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവനാമം ചേർത്ത് ശാപവാക്കുകൾ പറയുന്നത് ദൈവദൂഷണവും കർത്താവിനോട് ബഹുമാനരാഹിത്യം പ്രകടിപ്പിക്കുന്നതുമാണെന്നാണ് ക്രൈസ്തവ വിശ്വാസം. ദൈവിക നാമത്തിന്റെ മന്ത്രികമായ ഉപയോഗം രണ്ടാം പ്രമാണം നിരോധിക്കുന്നു. ദൈവനാമത്തിന് അനുചിതമായ ഏത് ഉപയോഗത്തെയും രണ്ടാം പ്രമാണം വിലക്കുന്നുണ്ട്. ബൊഗെയിൻ വില്ല എന്ന സിനിമ ഹിറ്റോ സൂപ്പർ ഹിറ്റോ ആയിക്കോട്ടെ, സ്തുതി എന്ന ഗാനം വൈറൽ ആയിക്കോട്ടെ, എന്നാൽ ക്രൈസ്തവ പ്രതീകങ്ങളെ വചനങ്ങളെ ഉപയോഗിച്ച് കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവ മതവിശ്വാസത്തെ മുറിപ്പെടുത്താനോ ക്രൈസ്തവ മതബിംബങ്ങളെ തച്ചുടയ്ക്കാനോ കലാകാരന്മാർ ശ്രമിക്കരുത്. ഓരോരുത്തർക്കും അവരവരുടേതായ മതവും വിശ്വാസവും ദൈവവും പ്രധാനപ്പെട്ടതാണ്. അതിനെ ആദരിക്കുകയും അവയോട് ആദരപൂർവമായ അകലം പാലിക്കുന്നതുമാകണം സിനിമാ സാംസ്കാരിക കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ.